ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു വിസ ഫോർ സ്റ്റഡി. വിദേശ പഠനം എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. നമ്മളുടെ സ്വപ്ന രാജ്യത്തേക്ക് പോകാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഓരോ സ്റ്റുഡൻറ്റും മീറ്റ് ചെയ്യേണ്ട പല തരത്തിലുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഉണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയയാണ് ലാംഗ്വേജ് റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ഈ ലാംഗ്വേജ് എലിജിബിലിറ്റി മീറ്റ് ചെയ്യാനായിട്ട് നിലവിൽ പലതരത്തിലുള്ള ഇംഗ്ലീഷ് ടെസ്റ്റുകൾ ഇപ്പോൾ ഉണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റാണ് IELTS എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് IELTS എന്ന എക്സാമിനെ പറ്റിയിട്ടാണ്. എങ്ങനെ നമുക്ക് IELTS വളരെ ഈസിയായി ക്രാക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന സ്കോർ ബാൻഡ് എങ്ങനെ നമുക്ക് നേടാൻ സാധിക്കും എന്നിങ്ങനെയുള്ള IELTSനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നത് ഡോക്ടർ മാത്യു ആണ്. സാർ സ്റ്റഡി അബ്രോഡ് മേഖലയിൽ വളരെ അധികം കാലം എക്സ്പീരിയൻസ് ഉള്ള, മുൻപരിചയമുള്ള ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. സാറിന് ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ലാംഗ്വേജ് എലിജിബിലിറ്റി ടെസ്റ്റിനെ പറ്റിയിട്ടുള്ള ഈ ഒരു സെഷൻ വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളെയും ഞാൻ വെൽക്കം ചെയ്യുകയാണ്. നമ്മൾക്ക് ഈ ഒരു സെഷൻ പല പാർട്ടുകളായിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. സോ ഈ ഒരു ഫസ്റ്റ് സെഷനിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഓവർ ടു യു മാത്യു സർ. വിദേശത്തേക്ക് പഠിക്കാനും സെറ്റിൽമെന്റുമായി പോകുന്ന എല്ലാവർക്കും ഒരു പുതിയ വെബിനാറിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് IELTSന്റെ പാസ്സാകാനുള്ള പ്രയാസം. IELTSന് ആവശ്യത്തിന് സ്കോർ ലഭിക്കുന്നില്ല. ഈ IELTSന്റെ പോരായ്മ കൊണ്ട് ഉദ്ദേശിച്ച യൂണിവേഴ്സിറ്റിയിൽ ഓഫർ ലഭിക്കുന്നില്ല, വിസ റിജക്ഷൻ സംഭവിക്കുന്നു. ഈ ഒരു അവസ്ഥ മറികടക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇത് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുകയും വിശദമായി പരിശോധിക്കുകയും ചെയ്യേണ്ട ഒരു മേഖലയാണ്. കാരണം ഇന്ത്യക്ക് വെളിയിലുള്ളതായ പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്ന ഏതൊരാളിനും ഇംഗ്ലീഷ് പരിജ്ഞാനം അല്ലെങ്കിൽ തത്തുല്യമായ എന്തെങ്കിലും ഒരു പരീക്ഷ അനിവാര്യമാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, IELTS, PTE, TOEFL, ഡുലിംഗോ ഇങ്ങനെയുള്ളതായ വിവിധ പരീക്ഷകൾ IELTSന് തത്തുല്യമായിട്ട് ഉണ്ട്. ഏതെങ്കിലും ഒരു പരീക്ഷ കർശനമായി പാസ്സായിരിക്കണം. പാസ്സാകുക എന്ന വാക്ക് ശരിക്കും പറഞ്ഞാൽ ഇൻകറക്റ്റാണ്. ഇവിടെ പാസ്സാകുന്നതല്ല, ഗ്രേഡിംഗ് ആണ് ആക്ച്വലി ഉള്ളത്. അപ്പോൾ IELTSനെ കുറിച്ച് പറയുമ്പോൾ IELTS ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഓൾമോസ്റ്റ് അംഗീകരിച്ചിട്ടുണ്ട്. 2010 ശേഷം എല്ലാ കുട്ടികളും ഈ വളരെ ആവറേജ് നിലവാരമുള്ളൊരു കുട്ടിയാണെങ്കിൽ പോലും പരിശ്രമത്തോടു കൂടി IELTS എഴുതുകയും ആവറേജ് 6 പോയിന്റ്, 7 പോയിന്റ്, 6.5 പോയിന്റ് ഒക്കെ ലഭിച്ച് പല രീതിയിലും വിദേശത്തേക്ക് പോകുന്ന ഒരു പ്രവണതയുണ്ട്. എന്നാൽ ഇന്നും പലർക്കും ആവശ്യത്തിന് പോയിന്റ് ലഭിക്കാത്ത ഒരു വലിയ പ്രയാസം നേരിടുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയൊന്ന് മറികടക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു നീണ്ട അവതരണം തന്നെ ആവശ്യമാണ്. എന്നാൽ ഞാനിതൊരു 5 വോളിയമായിട്ടിത് എടുത്തു തരാം. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ IELTS എന്താണ്, എന്തിനു വേണ്ടിയുള്ളതാണ് എന്നുള്ളതാണ്. ശരിക്കും IELTS ഇല്ലാതെ നമ്മളൊരു രാജ്യത്തേക്ക് പോകാൻ കഴിയുമോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. IELTS ഇല്ലാതെ പല രാജ്യങ്ങളിലും പോകാം. കാരണം ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിലെ അവരുടെ ഒരു വരുമാന മാർഗമാണ്. അപ്പം അവർക്കറിയാം, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന്, 3ാം ലോക രാജ്യങ്ങളിൽ നിന്ന് മാത്രമേ കുട്ടികളെ പഠിക്കാൻ 1ാം ലോക രാജ്യങ്ങളിലേക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ധാരാളം ആൾക്കാർ എഡ്യൂക്കേഷന് വേണ്ടി പോകുമ്പോൾ 10 ലക്ഷം, 12 ലക്ഷം, 15 ലക്ഷത്തോളം രൂപ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും അത് ഈ പറയുന്ന ബ്രിട്ടൻ, ഫ്രാൻസ്, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, കാനഡ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അടക്കമുള്ള എല്ലാ രാജ്യങ്ങളുടെയും മെയിൻ വരുമാന മാർഗമാണ്. അപ്പോൾ അവരുടെ വരുമാന മാർഗമായതുകൊണ്ട് ഏത് രീതിയിലും കുട്ടികളെ അവിടെ എത്തിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. പലപ്പോഴും നിലവാരം കുറഞ്ഞ പല കോളേജുകളും യൂണിവേഴ്സിറ്റികളും IELTS ഒഴിവാക്കി മറ്റ് തത്തുല്യ പരീക്ഷകളോ അല്ലെങ്കിൽ ഇവിടെ സ്കൂളിലോ കോളേജിലോ പഠിച്ച ഇംഗ്ലീഷിൻ്റെ മാർക്കിൻ്റെ ബലത്തിലോ നിങ്ങളെ അവിടെ എത്തിക്കുന്നുണ്ടാവും. എന്നാൽ നിങ്ങൾ ഇമിഗ്രേഷൻ സെക്ടറിലേക്ക്, നിങ്ങൾ PR-ലേക്കോ IDL-ലേക്കോ ഒക്കെ കടക്കുന്ന സമയത്ത് IELTS അല്ലെ ഇക്വലൻ്റ് ആയിട്ടുള്ള ബെഞ്ച് മാർക്ക് B ലാംഗ്വേജ് കമ്പൽസറി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ IELTSൻ്റെ ഈ കടമ്പ എങ്ങനെ ഈസിയായി ആവശ്യത്തിന് സ്കോർ മറികടക്കാമെന്ന് ചിന്തിക്കാം. പ്രധാനമായും ഇത് മനസ്സിലാക്കേണ്ടത് IELTS എല്ലാവർക്കും ആവശ്യത്തിന് സ്കോർ നേടാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ്. ഒരിക്കലും ആരും തെറ്റിദ്ധരിക്കേണ്ട, എനിക്ക് IELTS കഴിയില്ല, മറ്റുള്ള കുട്ടിയുടെ അത്ര എനിക്ക് സ്കോർ നേടാൻ കഴിയില്ല എന്നാരും വിചാരിക്കേണ്ട. വളരെ ഈസിയായി ഒരു നല്ല പരിശ്രമം, ഒരു കുറച്ച് നാളത്തെ തുടർച്ചയായ പരിശ്രമം ഉണ്ടെങ്കിൽ ഏത് വ്യക്തിക്കും
ഞാൻ പറയുന്നു 100% പേർ IELTS ശ്രമിക്കുകയാണെങ്കിൽ 95% പേർക്കും IELTS വേണ്ട സ്കോറിൽ പാസ്സാകാൻ പറ്റും. അതിന് ചില ടിപ്പുകളും ചില അണ്ടർസ്റ്റാൻഡിങ്ങും വളരെ അത്യാവശ്യമാണ്. IELTSന്റെ ആവശ്യകതയെക്കുറിച്ച് പറയുമ്പോൾ വളരെ മനസ്സിലാക്കേണ്ടത്, IELTS ഒരു ഇൻ്റർനാഷണൽ എക്സാമാണ്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ IDP ആണ്. എന്നാൽ ലോകത്തെ മറ്റെല്ലാ രാജ്യങ്ങളും ബ്രിട്ടീഷ് കൗൺസിൽ നേരിട്ട് ഇത് കണ്ടക്ട് ചെയ്യുന്നു. പലപ്പോഴും ഇതൊരു ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ ഒരു വരുമാന മാർഗം കൂടെയാണ്. പലപ്പോഴും ഈ IELTSനെ കുറിച്ച് പലതരത്തിലുള്ള തെറ്റായ ധാരണകളും ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും ഉണ്ട്. കാരണം എന്നോട് തന്നെ പലരും വന്ന് ചോദിച്ചിട്ടുണ്ട്, റൂറൽ ഏരിയയിൽ പരീക്ഷ എഴുതാൻ പോയാൽ ഞങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടില്ലേ, വാല്യുവേഷൻ അങ്ങനെയാവില്ലേ ഇങ്ങനെയാവില്ലേ. എന്നാൽ ഇതിനെക്കുറിച്ച് വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ഉത്തരം ഇല്ല. പലപ്പോഴും ഈ സ്പീക്കിങ്ങിനൊക്കെ എന്തെങ്കിലും സഹായം അങ്ങനെ ലഭിച്ചാലായി. കാരണം സ്പീക്കിങ്ങിനുള്ള അധ്യാപകർ റൂറലിൽ നിന്ന് വരുന്നവരാണെങ്കിൽ അവർ സഹാനുഭൂതി കൊണ്ട് മാർക്കിൽ അല്പം അര പോയിന്റോ എല്ലാം വിട്ടുകൊടുത്താൽ ആവുന്നുണ്ട്. എന്നാൽ ഒരു അടിസ്ഥാനപരമായിട്ട് അങ്ങനെ ഒരു റൂള് ഒരിക്കലും IELTSന് ഇല്ല. ഇന്ന പ്രദേശത്ത് എഴുതിയാൽ കൂടുതൽ, ഇന്ന പ്രദേശത്ത് എഴുതിയാൽ കുറവ്. എന്നാൽ കുട്ടികൾക്ക് ജനറലായി വേണ്ടത് IELTSനെ കുറിച്ച് ഉള്ള പരിജ്ഞാനവും, എല്ലാവരും IELTS ഒരു വളരെ റെഗുലറായി പ്രാക്ടീസ് ചെയ്ത് വരുന്ന ഒരു അവസ്ഥയുമാണ്. എല്ലാവർക്കും IELTS മിനിമം 7 എഴുതിയെടുക്കാൻ കഴിയും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. കാരണം ഞാൻ ഈ പറയുന്ന ടിപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 20 വർഷമായി, 25 വർഷത്തോളമായി ഈ മേഖലയിൽ IELTS പ്രാക്ടീസ്, IELTS ടിപ്സ്, ശരിക്കും IELTS പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അധ്യാപകനല്ല ഞാൻ. പക്ഷേ IELTSന് ടിപ്പുകൾ കൊടുത്ത് ഏതൊരാളിനും, സാധാരണ ആവറേജ് ആയിട്ടുള്ള ആളിന് 7 പോയിന്റ് നേടിയെടുക്കാൻ കഴിയുന്ന അവസ്ഥയിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പൂർണ്ണമായിട്ടും പറയുന്നു, IELTS ഒരു ബാലികാറാമറ അല്ല. എല്ലാ കുട്ടികൾക്കും IELTSന് ആവശ്യമുള്ള സ്കോർ കിട്ടും. നിങ്ങളുടെ റിജക്ഷൻ ഇല്ലാതാക്കാൻ കഴിയും. ഇനി അടുത്തതായിട്ട് നോക്കേണ്ടത് IELTSന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. വൈ ദിസ് IELTS ഇമ്പോർട്ടൻറ്റ്? ഇത് നിങ്ങളുടെ ഇംഗ്ലീഷ് പരിജ്ഞാനം മെഷർ ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ്. ഇംഗ്ലീഷ് പരിജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ, നമ്മളൊരു വിദേശ രാജ്യത്ത് പഠിക്കാൻ പോകുമ്പോൾ ക്ലാസ്സിൽ നിങ്ങളുടെ മീഡിയം ഓഫ് തോട്ട് ഇംഗ്ലീഷ് ആയിരിക്കും. അവിടെ അവർ പറയുന്നതായ വൊക്കാബുലറി, സ്ലാങ് പലപ്പോഴും ഇന്ത്യൻ സ്ലാങ് ആയിരിക്കണമെന്നില്ല. എന്നിരുന്നാലും ബേസിക് വേർഡ്സും ബേസിക് ഗ്രാമറും നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് മനസ്സിലാവും. അതുപോലെ നിങ്ങൾ പാർട്ട് ടൈം ജോലി 20 മുതൽ 24 മണിക്കൂർ വരെ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിലായിരിക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എല്ലാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പരിജ്ഞാനം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ ന്യായമായ രീതിയിൽ തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള പ്രയാസം നേരിടും. അതുകൊണ്ട് ഇംഗ്ലീഷ് എന്നത് ലോകത്തിലെ വേൾഡ് വൈഡ് റെക്കഗ്നൈസ് ചെയ്തതായിട്ടുള്ള ഒരു ഭാഷയും നിങ്ങൾക്ക് സാധാരണ ജീവിതത്തിലും പഠനത്തിലും തുടർന്ന് സെറ്റിൽമെൻറ്റിനായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഭാഷ, ബെഞ്ച് മാർക്ക് അനുസരിച്ച് ഉപയോഗിക്കാവുന്ന ഭാഷയായതുകൊണ്ട് ഇത് എല്ലാ ഇമിഗ്രേഷൻ സ്റ്റഡി മേഖലകളിൽ ലോകരാജ്യങ്ങളിൽ ഈ IELTS ഉപയോഗിക്കുന്നു, ആവശ്യം ഉണ്ട്. അടുത്തതായിട്ട് ഈ മിനിമം സ്കോർ എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്. മിനിമം സ്കോർ എത്രയാണ്, എത്ര വേണം എന്നുള്ളത്. മിനിമം സ്കോറിനെ കുറിച്ച് പറയുമ്പോൾ കോമൺ ആയിട്ട് വളരെ ചെറിയ സ്കോർ മാത്രം മതി. 6 പോയിന്റ് IELTS ഉള്ളെങ്കിൽ +2 കുട്ടിക്ക് ജീവിതത്തിൽ അതായത് ഇൻഡിവിജ്വൽ 4 മോഡ്യൂളാണെന്ന് അറിയാമല്ലോ. 4 മോഡ്യൂളിന് 6 ഇൻഡിവിജ്വലും ഓവറോൾ 6 ഉണ്ടെങ്കിൽ ഏതൊരു പരീക്ഷയിലും അദ്ദേഹത്തിന് ഏതൊരു യൂണിവേഴ്സിറ്റിയിലും അഡ്മിഷൻ ലഭിക്കുന്നതാണ്. അതിനുശേഷം PR ഇടുന്നതിനൊന്നും യാതൊരു പ്രയാസവുമില്ല. ഇനി അതിന് അപ്പറായിട്ടുള്ള ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണ്, മറ്റൊരു ഡിഗ്രിക്ക് പോകുന്നവരാണെങ്കിൽ 6.5 IELTS ആവശ്യമായി വരുന്നുണ്ട്. എന്നാൽ ഈ ഡിഗ്രി കഴിഞ്ഞ് മാസ്റ്റേഴ്സിന് പോകുമ്പോൾ UK പല യൂണിവേഴ്സിറ്റികളും അവർക്ക് വെറും 6 മതി, 5.5 മുതൽ 6 മതി. എന്നാൽ ചില ജോലികൾക്കോ ചില കോഴ്സുകൾക്കോ പോവുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ BSc നഴ്സിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ നഴ്സിംഗ് കാനഡയിൽ പോകുമ്പോൾ ചിലയിടത്ത് IELTS കമ്പൽസറി 7 ചോദിക്കാറുണ്ട്. എന്നാൽ IELTS 6 മതി. മറ്റുള്ളതായ ഗ്രേഡിങ്ങിന് ആ ഒരു ക്രൈറ്റീരിയക്ക് 6 മറ്റെല്ലാ ഈക്വൽ കോഴ്സുകൾക്കും വേണ്ട സമയത്ത് IELTS 7 ചോദിക്കുന്നുണ്ട്. കാരണം ഡിമാൻഡുള്ള കോഴ്സുകൾക്ക് ചില കോളേജുകളും യൂണിവേഴ്സിറ്റികളും IELTS സ്കോർ ഹയറായിട്ട് ചോദിക്കും. അതുപോലെ PR പോകുമ്പോൾ 6 IELTS മതി ആവശ്യമായിട്ട് വരുന്നുള്ളൂ ഇടാനായിട്ട്, ബെഞ്ച് മാർക്ക് 6 എന്ന് പറയുന്നത്. എന്നാൽ എക്സ്പ്രസ് എൻട്രി പോലുള്ള, പ്രത്യേകിച്ച് PNB പോലുള്ള പലതും ഇടുമ്പോൾ IELTS 7 ചോദിക്കുന്നതായിട്ട് കാണാൻ പറ്റും. മാത്രമല്ല നഴ്സിംഗ് പോലുള്ളതായ നെക്ലക്സ്, അതുപോലെ നഴ്സിംഗിൻ്റെ CG പോലുള്ള സ്ഥലത്ത് 7 IELTS കമ്പൽസറി ആയിട്ട് ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ് IELTSന് പ്രിപ്പയർ ചെയ്യേണ്ടത്? IELTS പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് 2-3 രീതിയിൽ IELTS പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. 1, ക്ലാസ് റൂമിൽ ട്രെയിനിങ് പോയി ചെയ്യാം. 2, ഓൺലൈനായി പഠിക്കാം. 3, സെൽഫ് ട്രെയിനിങ്. എന്നാൽ ഈ പഠനങ്ങളൊന്നും IELTSന്
നിങ്ങൾക്ക് പര്യാപ്തമായ മാർക്ക് ലഭിക്കുകയില്ല. കാരണം ഇംഗ്ലീഷ് അറിയുക എന്നുള്ളതല്ല IELTS പാസ് ആവശ്യത്തിന് സ്കോർ നേടാനുള്ള മാർഗം. അതിന് ധാരാളം ടിപ്പുകളുണ്ട്. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ചെറിയ ഒരു ഉദാഹരണമായിട്ട് പറയാം. ഈ IELTSന് 4 മോഡ്യൂൾ ഉള്ളതിൽ ഇതിൽ ലിസണിങ്ങും റീഡിങ്ങും റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ റൈറ്റിങ്ങും സ്പീക്കിങ്ങും റിലേറ്റഡ് ആണ്. ഇതൊരു പ്രത്യേക ഒരു സൈക്കോ ന്യൂറോ മാപ്പും കൂടെയാണ്. ഒരാളിൻ്റെ നാവിലൂടെ ബ്രെയിനിലൂടെ സംസാരിക്കാൻ കഴിയുന്ന എന്ത് ഭാഷയാണോ അത് അദ്ദേഹത്തിന് വിരൽത്തുമ്പിലൂടെ അതേ ലാംഗ്വേജ് പേപ്പറിലേക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും റൈറ്റിങ്ങിനും സ്പീക്കിങ്ങിനും ലഭിക്കുന്ന മാർക്കുകൾ ഒരു റൈറ്റിംഗ് സ്കില്ലുള്ള ആളിന് സ്പീക്കിംഗ് സ്കില്ലും നന്നായി കാണും, അതുപോലെ സ്പീക്കിംഗ് സ്കില്ലുള്ള ആളിന് റൈറ്റിംഗ് സ്കില്ലും നന്നായി കാണും. അതുപോലെ തന്നെ ലിസണിങ്ങിന് നല്ല സ്കോർ നേടുന്ന ഒരാളിന് റീഡിങ്ങിനും ഓട്ടോമാറ്റിക്കലി സ്കോർ നേടാൻ കഴിയും. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത്, റീഡിങ് പലപ്പോഴും നമുക്ക് 1 മണിക്കൂർ റീഡിങ്ങിൻ്റെ ടോപ്പിക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് ടിപ്സ് അത് അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് 50% എഴുതുമ്പോൾ നിങ്ങളുടെ സമയം നഷ്ടപ്പെടും. ടിപ്പുകളുണ്ട് റീഡിങ് 100%, അതായത് 40 ക്വസ്റ്റ്യനും 36 ക്വസ്റ്റ്യനും പൂർണ്ണമായി എഴുതാൻ സമയത്തിനുള്ളിൽ കഴിയുന്ന ടിപ്പുകളുണ്ട്. ഈ ടിപ്പ് പറഞ്ഞു തരാൻ കഴിയുന്ന എവിടെയാണ് ഈ ആൻസർ കിടക്കുന്നത്, വലിയൊരു ടോപ്പിക് എടുത്ത് 5 പാരഗ്രാഫോ 4 പാരഗ്രാഫോ ഉള്ള വലിയൊരു എക്സാമിനേഷനിൽ എവിടെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസർ കിടക്കുന്നത് കൃത്യമായി ഒരു അധ്യാപകന് പറഞ്ഞു തരാൻ കഴിയും. അപ്പോഴാണ് നിങ്ങൾക്ക് 36 ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ കഴിയുക. ഇത് വളരെ പർട്ടിക്കുലറായിട്ട് ഈ ടിപ്പുകൾ പറഞ്ഞു കൊടുത്താൽ ഈ കുട്ടിക്ക് ഇംഗ്ലീഷിന് എത്ര നിലവാരം കുറഞ്ഞ കുട്ടിയാണെങ്കിൽ പോലും കൃത്യസമയത്തുള്ള പ്രാക്ടീസ് കൊണ്ട് റീഡിങ്ങിന് ഹൈ സ്കോർ നേടാൻ കഴിയും. ഇതുപോലെ തന്നെയാണ് ലിസണിങ്ങിൻ്റെ കാര്യത്തിലും. ഞാൻ ഇപ്പോൾ റീഡിങ്ങോ ലിസണിങ്ങോ മോഡ്യൂളുകളിലേക്ക് കടക്കുന്നില്ല, അതിന് മറ്റൊരു വീഡിയോ ഇറക്കുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പോൾ ജനറലായിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞു പോകുന്നത്. അടുത്തതായിട്ട് ഏതെല്ലാം തരത്തിലുള്ളതാണ് പരീക്ഷകൾ എന്നുള്ളത്. IELTS പരീക്ഷയെ 2ആയി തിരിക്കാം. ഒന്ന് ജനറലും അക്കാഡമിക്കും. ജനറലും അക്കാഡമിക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ, ഈ റീഡിങ്ങിലുള്ളതായ വ്യത്യാസം. റീഡിങ്ങിന് അല്പം കൂടെ ടഫാണ് എന്ന് പൊതുവേ തോന്നുന്നൊരവസ്ഥയാണ് അക്കാഡമിക്. കാരണം അക്കാഡമിയിൽ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പഠിക്കുന്ന വിഷയം വായിച്ചു മനസ്സിലാക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കൊളീഗ്സിനോടും അധ്യാപകരോടും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നിലവാരത്തിന് വേണ്ടി അത്തരം ക്വസ്റ്റ്യൻസ് അവർ പ്രിപ്പയർ ചെയ്യുന്നു. അതിനെയാണ് റീഡിങ് സ്കില്ല് കൂടുതലായി കാണുന്നതിന് അക്കാഡമിക് എന്ന് പറയുന്നു. എന്നാൽ ഇതേ റീഡിങ്ങിൻ്റെ ടഫ്നെസ് അല്പം കൂടെ കുറച്ച് ഒരു പാറ്റേൺ ഒന്ന് മാറ്റി ജനറൽ എന്ന് പറയുന്ന പരീക്ഷയും നടത്തുന്നുണ്ട്. ഇതെവിടെയൊക്കെയാണ് ഉപയോഗം വരുന്നത് ചോദിച്ചാൽ, നിങ്ങൾക്ക് വിസ അപ്ലൈ ചെയ്യുന്ന ഏത് സ്ഥലത്തും ജനറൽ മതി. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് വിസ അപ്ലൈ ചെയ്യുന്ന ഏത് സ്ഥലത്തും ജനറൽ മതി. ഇപ്പോൾ ചിലപ്പോൾ എന്നോട് ചോദിക്കാം, നിങ്ങൾക്ക് എൻ്റെ ജനറലാണ് ഇരിക്കുന്നത്, ഞാൻ സ്റ്റുഡൻ്റായിട്ട് യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സിന് പോകുന്നു, എനിക്ക് വിസ കിട്ടുമോ? തീർച്ചയായും കിട്ടും. പ്രത്യേകിച്ച് എല്ലാ രാജ്യത്തെയും ഇമിഗ്രേഷൻ നിയമം അനുസരിച്ച് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയമായതുകൊണ്ടാണ് ഇത്ര സ്പെസിഫിക് ആയി പറയുന്നത്. നിങ്ങൾക്ക് ജനറൽ IELTS ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു യൂണിവേഴ്സിറ്റിയിലും നിങ്ങൾക്ക് പഠിക്കാനായി പോകാനുള്ള വിസ ഓഫീസർ അപ്രൂവ് ചെയ്ത് തരും. എന്നാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ ഓഫർ ലെറ്റർ ലഭിക്കാനായിട്ട് അക്കാഡമിക്ക് തന്നെ വേണം. അപ്പോൾ കാരണം കോവിഡ് കാലഘട്ടത്താണ് ഈ നിയമം വളരെ കർശനമായി പലരും നന്നായി ഉപയോഗിച്ചത്. കോവിഡ് കാലഘട്ടത്തിൽ ഡുലിംഗോ എന്ന് പറയുന്നൊരു പരീക്ഷ വന്നു. ഡുലിംഗോയുടെ സ്കോർ മാത്രം മതി യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ അഡ്മിഷൻ ലഭിക്കാൻ. എന്നാൽ ഡുലിംഗോ കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് വിസ അപ്രൂവൽ ലഭിക്കില്ല. വിസ അപ്രൂവൽ ലഭിക്കാൻ ഒന്നുകിൽ അക്കാഡമിക് അല്ലെങ്കിൽ ജനറലായിട്ടുള്ള IELTS ആവശ്യമുണ്ട്. അവിടെ എല്ലാവരും ഇപ്പോൾ ഇമ്മീഡിയറ്റ് ചെയ്തത് അഡ്മിഷൻ ഡുലിംഗോ വഴി ലഭിച്ചു കഴിഞ്ഞാൽ ജനറൽ IELTS എഴുതി വിസ അപ്ലൈ ചെയ്യുന്നു, പോകും. ധാരാളം പേർ അങ്ങനെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഏതൊരു സ്റ്റുഡൻറ്റിനും അല്ലെങ്കിൽ ഏതൊരു ഇമിഗ്രൻ്റായിട്ട് പോകുന്ന ഒരാളിനും വിസ അപ്ലൈ ചെയ്യുവാൻ ജനറൽ IELTS മാത്രം മതി, അക്കാഡമിക് ആവശ്യമില്ല. എന്നാൽ അക്കാഡമിക്കിൻ്റെ ആവശ്യം യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ നിങ്ങൾക്ക് ഓഫർ കിട്ടാൻ, അഡ്മിഷൻ കിട്ടാൻ മാത്രമാണ് അക്കാഡമിക്കിൻ്റെ ആവശ്യം. നിങ്ങൾക്കപ്പോൾ ഈ IELTSൻ്റെ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി ഈ രണ്ടിൻ്റെ ഡിഫറൻസ് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് UK നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളുടെ IELTSന് മറ്റൊരു മാനദണ്ഡമാണ് UK പഠനത്തിനായിട്ട് ചില യൂണിവേഴ്സിറ്റികൾ UKVI എന്നുള്ളത് പറയും. UKVI എന്ന് വെച്ചാൽ യുണൈറ്റഡ് കിങ്ഡം വിസാസ് ആൻഡ് ഇമിഗ്രേഷൻ. പ്രധാനമായിട്ടും ഇത് ആവശ്യപ്പെടുന്നത് നിങ്ങൾ എംപ്ലോയ്മെൻറ്റിന് COS സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് COS വഴി എംപ്ലോയ്മെൻറ്റിന് UK പോകുമ്പോഴാണ് ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊരു
ഇപ്പോൾ പ്ലാബ് കഴിഞ്ഞ് ഡോക്ടറായിട്ട് പോകാനോ, അതിൽ ORE കഴിഞ്ഞ് ഡെന്റിസ്റ്റായിട്ട് പോകാനോ, അതുമല്ലെങ്കിൽ നിങ്ങൾ OET കഴിഞ്ഞ് നേഴ്സായിട്ട് പോകാനോ ഒക്കെ ആവശ്യപ്പെടുന്ന സമയത്താണ് UKVI IELTS വേണം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മിഡ്വൈഫറി കൗൺസിലൊക്കെ മെമ്പർഷിപ്പ് ലഭിക്കുന്ന സമയത്ത്, എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് ഒക്കെ നിങ്ങൾക്ക് UKVI തന്നെയാണ് വേണ്ടത്. യൂണിവേഴ്സിറ്റികളും ആവശ്യപ്പെടും. പ്രത്യേകിച്ച് പ്രൊഫഷണൽസിന് UKVI തന്നെ വേണം. സാധാരണ IELTSും UKVIയും വ്യത്യാസമുണ്ട്. സാധാരണ IELTS നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അവിടെ IELTS ഡീറ്റെയിലിനകത്തെ അവിടെ നിങ്ങൾക്ക് IELTS എന്ന് മാത്രമേ കാണൂ. എന്നാൽ UKVI IELTSന്റെ 5ാമത്തെ ലൈനിൽ അവിടെ UKVI IELTS നമ്പർ എന്നൊരു നമ്പർ കാണും. അതുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് UK-യിൽ ജോലിക്കായിട്ടും പ്രധാനപ്പെട്ട പല യൂണിവേഴ്സിറ്റിയിലും ചേരാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്താണ് UKVIയും സാധാരണ IELTSും തമ്മിൽ വിവേചനം ചെയ്ത് എഴുതേണ്ടത്. അവിടെ UKVI IELTSൽ ജനറലോ അക്കാഡമിക്കോ എന്നുള്ളതല്ല, UKVI IELTS തന്നെ വേണം. അതാണ് അവിടെ വേണ്ടത്. രണ്ടും അവൈലബിൾ ആണ്. അടുത്തത് മിനിമം 7 സ്കോർ എങ്ങനെ ലഭിക്കുമെന്നുള്ളതാണ്. മിനിമം 7 സ്കോർ ലഭിക്കുന്നത് വളരെ നിസ്സാരമാണ്, ഈസിയാണ്. ഞാൻ അടുത്ത ഇതിൽ ഓരോന്നിനും എങ്ങനെ 7ന് മുകളിൽ ഓരോ മോഡ്യൂളിൽ ലഭിക്കുക എന്നുള്ളത് ഞങ്ങൾ ക്ലിയർ ആയിട്ട് പറയാം. കാരണം 7 മാർക്ക് 7 പോയിന്റ് ലഭിക്കുക എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്. നിങ്ങൾ പുലർത്തേണ്ട ടിപ്പുകളുണ്ട്. നിങ്ങളെ സ്പീക്കിങ്ങിന്, കേരളത്തിലൊക്കെ സ്പീക്കിങ്ങിന് പോകുമ്പോൾ നിങ്ങൾക്ക് 8.5 പോയിന്റ് ആവറേജ് ഉള്ളൊരു കുട്ടിക്ക് ലഭിക്കും. നിങ്ങൾ നിരന്തരമായി പ്രാക്ടീസ് ആണ് അതിനാവശ്യം. അതുപോലെ ലിസണിങ്, ഏത് ക്വസ്റ്റ്യൻ വരെ നിങ്ങൾ കൃത്യമായി ടൈം സെറ്റ് ചെയ്യണം. ഏത് ക്വസ്റ്റ്യൻ അടുത്ത ഈ സപ്പോസ് 24 ക്വസ്റ്റ്യൻ നമ്പർ 24 കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 26 വരുമ്പോൾ എത്ര മിനിറ്റ് അവിടെ കളയണം, എത്ര മിനിറ്റ് വരെയുള്ള ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ഫ്രീ മൈൻഡോടെ ഇരിക്കണം. ഇങ്ങനെ സൈക്കോളജിക്കലായിട്ട് അപ്രോച്ച് ചെയ്യേണ്ട ഒരു മേഖലയാണ്. അതുപോലെ റീഡിങ്ങിന്, ഏത് പാരഗ്രാഫിൽ ആണ് ആദ്യം നിങ്ങൾ എവിടെ നിന്നാണ് ഇന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ കിടക്കുന്നത്, അതുപോലെ പ്രശ്നങ്ങൾ വരുന്ന ക്വസ്റ്റ്യൻ എവിടെ കിടക്കുന്നു, അതുപോലെ റൈറ്റിങ്ങിൽ ഏതാദ്യം എഴുതണം, ഏത് രൂപത്തിൽ എഴുതണം, എങ്ങനെ ഓരോ പാരഗ്രാഫ്, ഇങ്ങനെ ഒരേ കാര്യങ്ങളുണ്ട് 7 ലഭിക്കാനായിട്ട്, മിനിമം 7 ലഭിക്കുക. അപ്പോൾ ഈ ടിപ്പുകൾ ആദ്യം മനസ്സിലാക്കുകയും പിന്നെ ലാംഗ്വേജ്, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്നത് 10-15 വേർഡ്സ് മാത്രമേ 90% വരുന്ന ഇന്ത്യക്കാർക്കും അറിയുകയുള്ളൂ. ഈ 15 വേർഡ്സ് കൊണ്ടാണ് നമ്മളെല്ലാവരും ഈ പറഞ്ഞ ഇംഗ്ലീഷ് എല്ലാം പറയുന്നത്. കൂടിയാലും 25 വേർഡ്സ് മാത്രമാണ് നമുക്കറിയാവുന്നത്. പുതിയ ഒരു വേർഡ്സ് ഒരു ദിവസവും പഠിക്കുന്നില്ല. നിങ്ങളൊരു 30 ദിവസം 30 വേർഡ് ഓരോ വേർഡ് ദിവസം പഠിക്കാമെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിന് 8 പോയിന്റ് IELTSന് കൃത്യമായി ലഭിക്കുന്ന നിലവാരത്തേക്ക് നിങ്ങളെത്തും. ഞാനിത് പറയുമ്പോൾ വളരെ പ്രാക്ടിക്കലായിട്ട് പറയുന്നതാണ്. ഇതൊരിക്കലും തിയറിയല്ല. നിങ്ങൾക്ക് അടുത്ത വീഡിയോകൾ കാണും, മനസ്സിലാവും എങ്ങനെയാണ് ഈസിയായി 7 ലഭിക്കുക എന്നുള്ളത്. അതുപോലെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ വാല്യുവേഷൻ, നിങ്ങൾ എഴുതുന്ന ആൻസേഴ്സ് എത്ര വാല്യുവേഷൻ നടത്തി കിട്ടും എന്ന് കൃത്യമായി പറയുന്നൊരു കൺസൾട്ടൻ്റ് അടുത്ത് വേണം നിങ്ങൾ ക്ലാസ്സിന് പോകാൻ. അതിന് പ്രധാനമായിട്ടും നിങ്ങളെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന കൺസൾട്ടൻ്റ് IDPയുടെ ബ്രിട്ടീഷ് കൗൺസിലിലേക്ക് ഈ ക്വസ്റ്റ്യൻ അല്ലെ ആൻസർ ഷീറ്റ് വാല്യുവേഷൻ നടത്തിയിട്ടുള്ള ആളോ അല്ലെ പാനലിൽ എങ്ങനെയാണെന്ന് തിരിച്ചറിയുന്ന ഒരാളാണെങ്കിൽ അതുപോലെ എഴുതിയാൽ നിങ്ങൾക്ക് 9 പോയിന്റ് വരെ എങ്ങനെയാണ് റൈറ്റിങ്ങിന് നിങ്ങൾക്ക് ലഭിക്കുക എന്നത് അദ്ദേഹം നിങ്ങളെ അഡ്വൈസ് ചെയ്യാൻ കഴിയും. അത് ഗുഡ് റിസൾട്ടിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇനി എങ്ങനെയാണ് ടൈം സെറ്റ് ചെയ്യേണ്ടത്, ഹൗ ടു ഡു ടൈം സെറ്റിംഗ് വൈൽ പ്രാക്ടീസിങ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ റൈറ്റിംഗ് സ്കില്ല് എഴുതുന്നു അല്ലെങ്കിൽ റീഡിങ് എഴുതുന്നു, എന്തോ കോമൺ ആയിട്ട് ഏതിനും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. നിങ്ങൾ ടൈം ലിമിറ്റിനുള്ളിലല്ല എങ്കിൽ നിരന്തരമായി ടൈം റെഡ്യൂസ് ചെയ്ത് വരിക. അപ്പോൾ നിങ്ങൾ നിരന്തരമായി പ്രാക്ടീസ് ചെയ്ത് ടൈം റെഡ്യൂസ് ചെയ്ത് വരികയും അതുപോലെ നിങ്ങൾ ക്വസ്റ്റ്യൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് അതിന് ടൈം സ്പ്ലിറ്റ് ചെയ്യുക. ഇത്തരം കുറേ കാര്യങ്ങൾ നിങ്ങൾ ഇതിന് ടിപ്സായിട്ട് പഠിക്കാനുണ്ട്. എത്ര നാൾ പഠിച്ചാൽ എനിക്ക് IELTS പാസ്സാകും, എത്ര നാൾ പഠിച്ചാൽ എന്നുള്ളതല്ല. ഒരു കുട്ടിയുടെ ആദ്യം അദ്ദേഹത്തെ IELTSലേക്ക് എൻട്രി ചെയ്യിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നല്ല ഒരു ട്യൂട്ടർ ആണെങ്കിൽ അദ്ദേഹത്തിന് ആദ്യത്തെ ദിവസം യാതൊരു ട്രെയിനിങ്ങും കൊടുക്കാതെ ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് നടത്തും. ഈ അസസ്മെൻറ്റ് ടെസ്റ്റിൽ ആ സ്റ്റുഡൻറ്റ്, അത് ഫ്രീ ആണ്, അതിന് പ്രത്യേകിച്ച് പേയ്മെൻ്റ് ഒന്നും കൊടുക്കണ്ട, ഞങ്ങളൊക്കെ പണ്ട് നടത്തിയിരുന്നതാണ്. അങ്ങനെ നടത്തുന്നതിൽ ആ കുട്ടിയുടെ നിലവാരം മനസ്സിലാകും. ആ കുട്ടിയുടെ നിലവാരത്തിൽ സപ്പോസ് 4.5 ആ കുട്ടിയുടെ നിലവാരമെങ്കിൽ, 4.5 നിലവാരമുള്ള കുട്ടിയാണ്, ഞാൻ തീർച്ചയായും പറയുന്നു 90 ദിവസം 3 മാസം ഈ കുട്ടി 3 മണിക്കൂർ പഠിക്കാമെങ്കിൽ ആ കുട്ടിയെ 7.5 സ്കോറിലേക്ക് എത്തിക്കാൻ കഴിയും. 4.5 കുട്ടിയെക്കുറിച്ചാണ് പറയുന്നത്. വളരെ ക്ലിയർ ആയിട്ട് പറയാം. കാരണം ആ കുട്ടിയുടെ ഫസ്റ്റ് അസസ്മെന്റ് എക്സാമിനേഷനിൽ ഈ കുട്ടിയുടെ നിലവാരം അറിഞ്ഞിട്ട് 90 ദിവസം ഉണ്ടെങ്കിൽ മാറ്റാം. എന്നാൽ ഈ കുട്ടി ഒരു 5.5 പോയിന്റിലെ നിലവാരത്തിലാണ് ആദ്യം ജോയിൻ ചെയ്യാൻ വരുന്ന ദിവസം നിൽക്കുന്നത് എങ്കിൽ ആ കുട്ടിയെ 8 എത്തിക്കാനായിട്ട് ഒരു 4 മാസത്തെ സമയം കൊണ്ട് 8 എത്തിക്കാൻ പറ്റും. അതായത് ആവറേജ് ഒരു കുട്ടി 6.5 എടുക്കാനായിട്ട് ഒരു
60 ദിവസം മുതൽ 90 ദിവസം വരെ കഠിനമായ പ്രാക്ടീസ്, അതായത് നല്ല ഒരു IELTS ട്രെയിനിങ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അറിയുന്ന ഒരാൾ ട്രെയിനിങ് നടത്തുക എന്നുള്ളതല്ല. ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം, IELTS ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം, എക്സാമിനേഷൻ ടിപ്സ് അറിഞ്ഞിരിക്കണം, എക്സാമിനേഷൻ്റെ കൺട്രോൾ അറിഞ്ഞിരിക്കണം, ടൈം ഷെഡ്യൂൾ അറിഞ്ഞിരിക്കണം. ഇതെല്ലാം ഒന്നിച്ചറിയുന്ന ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു അധ്യാപകനാണ് നിങ്ങളെ ട്രെയിൻ ചെയ്യുന്നതെങ്കിൽ കൃത്യമായും നിങ്ങൾക്ക് ഒരു 60 to 75 ഡേയ്സിനുള്ളിൽ നല്ലൊരു സ്കോർ അച്ചീവ് ചെയ്യാൻ കഴിയും. പിന്നെ മോഡ്യൂളിനെ കുറിച്ച് പറഞ്ഞു. ഈ മോഡ്യൂളുകളെല്ലാം വീണ്ടും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എങ്ങനെയാണ് ഓരോ മോഡ്യൂളിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് സ്കോർ ചെയ്യേണ്ടതെന്ന് പിന്നെ എടുക്കാം. റീഡിങ്, ലിസണിങ്, സ്പീക്കിംഗ്, റൈറ്റിംഗ് എല്ലാം അവിടെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ IELTS എന്ന് പറയുന്നത് യാതൊരു പ്രയാസമുള്ള വിഷയമല്ല. ഒരിക്കൽ നിങ്ങൾക്ക് IELTS നല്ല സ്കോർ ഉണ്ട്, നിങ്ങളുടെ ഒരു വിസയും ഒരു രാജ്യത്തെയും റിജക്ഷൻ വരുത്തുമില്ല. വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. അപ്പോൾ IELTS പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവരും ഈ ടിപ്പുകൾ സ്വായത്തമാക്കുകയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നല്ല പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൺസൾട്ടന്റിനോട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ IELTS സ്കോർ നിങ്ങൾ വിചാരിക്കുന്നതിന് മുകളിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ വിദേശത്തേക്കുള്ള സ്കോളർഷിപ്പും അതുപോലെയുള്ള സെറ്റിൽമെൻറ്റിന് ഈസിയായി ഇംഗ്ലീഷ് ഈ ഭാഷ ഉപയോഗിക്കാവുന്നതാണ്. താങ്ക് യു. ഇത്രയും നേരം IELTS എക്സാമിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് ഡോക്ടർ മാത്യു ആണ്. സാറിന് വളരെയധികം നന്ദി. ഈ ഒരു സെഷൻ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും കുറേയധികം ഡൗട്ട്സും ചോദ്യങ്ങളെല്ലാം ഉണ്ടാവാം. ആ ചോദ്യങ്ങളെല്ലാം നമ്മൾക്ക് ഇനി വരുന്ന വീഡിയോകളിലെല്ലാം ക്ലിയർ ചെയ്യപ്പെടുന്നതായിരിക്കും. IELTS എക്സാമിനെ പറ്റിയിട്ടും അതുപോലെ മറ്റ് ലാംഗ്വേജ് എലിജിബിലിറ്റി ടെസ്റ്റിനെ പറ്റിയിട്ടുമുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കും അതിനുള്ള ഉത്തരത്തിനുമായി ഞങ്ങളുടെ ഇനിയുള്ള വീഡിയോസിനായി കാത്തിരിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.